Guys, welcome back. അപ്പോൾ നമ്മൾ ഒരു 1 year ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് സ്പെഷ്യലും കൂടിയാണ്. കാരണം ഇപ്രാവശ്യം അൺബോക്സ് ചെയ്യാൻ പോകുന്ന മൊബൈലുകളുടെ ഒരു കുറച്ച് ഹൈപ്പ് കൂടിയതും കുറച്ച് പവർ കൂടിയ മൊബൈലായ S23 Ultra ആണ്. ഗ്രീൻ വേരിയന്റ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന 256GB റോമും 12GB റാമും ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പം ഗൈസ്, ഇതാണ് പുതിയ S23 Ultra. ഗ്രീൻ കളറാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഏകദേശം ഏറ്റവും അവൈലബിൾ ആയിരിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു കളറും ഈ ഗ്രീൻ തന്നെയാണ്. പിന്നെ ലാവൻഡർ, ക്രീം, റെഡ് എല്ലാം ഉണ്ട്. പക്ഷേ ഒപ്റ്റ് ചെയ്ത കളറ് ഇത് തന്നെയാണ്. കാരണം കാണാനും എടുപ്പ് തന്നെ ഉള്ളത് ഈ ഒരു പച്ചയ്ക്ക് തന്നെയാണ്. ആ ഫോണിൻ്റെ ആ ബാക്ക് സർഫേസ് തന്നെ ഉണ്ട്, എന്ത് സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നതെന്ന്. കാരണം ആ പച്ച കളർ ആയതുകൊണ്ട് നമുക്ക് ആ എടുപ്പ് അറിയാൻ പറ്റും. പിന്നെ ആ ഒരു ഫ്രഷ് ആയിട്ട് വന്ന കളറും ഈ പച്ച തന്നെയാണ്. നമുക്കിന്ന് പീൽ ചെയ്ത് നോക്കാം. 6.8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഈ ഫോണിന് വരുന്നത്. ഫോണിൻ്റെ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെ സ്പീക്കറുണ്ട്, സിം ഇജക്ടറുണ്ട്. പിന്നെ ഇതാണ് എസ് പെൻ. പിന്നെ ഇപ്പം S20 ആ സീരീസിലെല്ലാം സീരീസിലെല്ലാം എസ് പെൻ ഉണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ തന്നെ മെയിൻ അട്രാക്ഷനും ഈ ഒരു എസ് പെൻ തന്നെയാണ്. സ്വിച്ച് ഓൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ ഫോണിൻ്റെ അകത്ത് ആ ബോക്സിനെ തന്നെ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം അത് തുറക്കുവാണെങ്കിൽ തന്നെ കുറച്ച് മാനുവൽ പേപ്പറും അതിൻ്റെ വാറണ്ടി കാർഡൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു ചാർജറും ഉണ്ട്. അത് എല്ലാ ഫോണിനകത്തും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിനകത്തും ഇങ്ങനെ കൊടുക്കുന്ന ചാർജർ എന്ന് പറയുമ്പോൾ ചാർജറിൻ്റെ കേബിൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നുണ്ട്. ഇത് C2C ടൈപ്പ് കേബിളാണ് ഇവർ കൊടുക്കുന്നത് ഈ ഫോണിന് തന്നെ. ഏകദേശം ഹാൻഡിൽ ഒതുങ്ങാവുന്ന ടൈപ്പിലൊരു ഫോണാണ് S23 Ultra. പക്ഷേ കുറച്ച് വലുതായി. 6.8 ഇഞ്ച് സ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. പിന്നെ ഇതിനകത്താണെങ്കിൽ ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റും അല്ലാതെ നോർമൽ ലോക്കും എല്ലാം ഉണ്ട്. ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റും ആണെങ്കിൽ തന്നെ ഫാസ്റ്റ്ലി എഫക്റ്റീവ് ആയിട്ട് തന്നെ ഇത് വർക്കാകുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയണ്ടല്ലോ. 120 Hz ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റർ ഗെയിം പ്ലേ ആണ് തന്നെ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത് തന്നെ. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കണ്ടോ, ആ ഒരു സ്മൂത്ത്നെസ്സും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ഗെയിമറിന് പറ്റിയ ഫോണാണ് ഈ S23 Ultra എന്ന് പറയുന്നത് തന്നെ. സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ ഗെയിമേഴ്സിന് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത വേറെ കുറേ ഫോണുണ്ട്. എന്നാലും ആ ഒരു റേഞ്ച് എത്തുന്ന ഫോണ് ഇപ്പം 1.5 ലക്ഷം രൂപയ്ക്കാണ് വേറെ സെറ്റപ്പ് ഫോണുകൾ ഗെയിമിങ്ങിന് വേണ്ടി മാത്രം ഇറക്കിയുണ്ട്. ഇപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ അതൊക്കെ എടുത്താൽ മതി ഗെയിമിങ്ങിന് വേണ്ടി മാത്രമാണെങ്കിൽ. ഇനി ഈ ഫോണിൻ്റെ മെയിൻ അട്രാക്ഷനായ ക്യാമറ നമുക്ക് കണ്ടിട്ട് വരാം. ഞാൻ കുറച്ച് ഫൂട്ടേജസ് ഇപ്പോൾ എടുത്ത് വിടാം, അത് നിങ്ങൾ കണ്ടിട്ട് വാ. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറിൽ ഒന്നാണ് ഈ എസ് പെന്ന്. ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഫോൺ പെട്ടെന്ന് ആക്സസ് ചെയ്യാനും പെട്ടെന്നൊരു ടച്ച് മൂവ്മെൻ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു എസ് പെൻ വെച്ച് ഭയങ്കര പറ്റുകയും ചെയ്യും. പിന്നെ ഇത് ഭയങ്കര സ്മൂത്താണ്, എസ്പെഷ്യലി ഇതിൻ്റെ ആ മൂവ്മെൻറ്റും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ എസ് പെൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ എയർ ഗസ്റ്ററും ആ ഒരു പെട്ടെന്നുള്ള സെൻസർ കണക്ഷനും എല്ലാം ഭയങ്കര സ്പീഡായതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്തായിരിക്കും ഇത് ഉപയോഗിക്കാൻ. പിന്നെ ഇതിൻ്റെ ഏറ്റവും പൊളി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അത് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്ക്രീൻ ഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ പെട്ടെന്ന് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനും ഇത് എളുപ്പമായിട്ട് പറ്റും. പിന്നെ ഇതാണ് ബഡ്സ് 2. നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. പ്രീ ബുക്ക് ചെയ്തപ്പം നമ്മൾ ഏകദേശം വാച്ചിനും ബഡ്സിനും കൂടെ ഏകദേശം 10,000 rupees നമ്മൾ എക്സ്ട്രാ പേ ചെയ്തായിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു ഗാഡ്ജറ്റാണ് ഈ ബഡ്സ്. ഏകദേശം ബഡ്സ് 2 ആണ് ഇത്. ഏകദേശം 42,000 rupees ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെയുണ്ട്. ബെറ്റർ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് ഒരു 360 വ്യൂ എന്ന് വെച്ചാൽ 360 ആ ഒരു ഹെഡ് ക്വാളിറ്റി ആ ഇതൊക്കെ കിട്ടും. ഈ ഒരു ഇത് വെച്ച് ബെറ്റർ ക്വാളിറ്റി, സൗണ്ട് എഫക്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ പ്രൈസിന് വെർത്താണെന്ന് ചോദിച്ചാൽ എക്സ്ട്രീംലി ആ ഒരു പ്രീ ബുക്ക് ചെയ്ത സമയത്ത് കിട്ടിയ എല്ലാവർക്കും ഇതൊരു വെർത്ത് സാധനം തന്നെ. ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. ഇതാണ് വാച്ച് 4 ക്ലാസിക് സാംസങ്ങിൻ്റെ. 42,000 ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്. നമുക്കിത് ഈ ഫോൺ വാങ്ങിച്ചപ്പം കിട്ടിയ 3 ഗാഡ്ജറ്റിൽ രണ്ടാമത്തെ ഇത്. കാരണം വാങ്ങിച്ചതെല്ലാം വെർത്തിയായിരുന്നു. കാരണം നമുക്ക് ആ ഒരു 10,000 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് മാത്രം അവൈലബിളായി കിട്ടിയത് ഏകദേശം നല്ലൊരു വെർത്ത്. പിന്നെ ഈ ഡയൽ മറ്റേ ക്ലോക്ക് റൊട്ടേറ്റിംഗ് സാധനത്തിൻ്റെ മെയിൻ പ്രത്യേകത ഇത് തന്നെയാണ്, വേറെ പ്രത്യേകത. പിന്നെ ഗെയിം കളിക്കാം. ഇതിനകത്ത് ഇൻബിൽഡായി ചെറിയ കാർ ഗെയിംസ് ഒക്കെ ഉണ്ട്.
പിന്നെ ഈ വാച്ചിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറഞ്ഞൊരു സാധനമാണ്. കാരണം സിന്തറ്റിക് ടൈപ്പുള്ള സ്ട്രാപ്പും ആ ഒരു ബിൽറ്റ് ഇൻ ക്വാളിറ്റി എല്ലാം ഈ ഒരു വാച്ചിൻ്റെ മെയിൻ ഹൈലൈറ്റായി. തിരിക്കുന്ന ഈ ക്ലോക്ക് പോലത്തെ സാധനം, റൊട്ടേറ്റിംഗ് സാധനം ഇത് തന്നെ ഉണ്ടില്ല. ആ സ്ട്രാപ്പും ആ വാച്ചിൻ്റെ ആ ലുക്ക് തന്നെ ഉണ്ടല്ല. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫോണിനും വാച്ചിനും ഉണ്ട്. ഇപ്പോൾ ഈ വാച്ചിനും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഇത് ഞങ്ങൾ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി വാങ്ങിച്ച ഒരു കവർ. നമുക്ക് ആ പ്രീ ബുക്ക് ചെയ്ത സമയത്ത് 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് സാംസങ്ങിൻ്റെ ഇതിൽ തന്നെ വാങ്ങാൻ കിട്ടിയായിരുന്നു. അങ്ങനെ വാങ്ങിച്ച ഒരു പ്രീമിയം ലെതർ ടൈപ്പ് കേസാണ് ഇത്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ആ സ്മൂത്ത്നെസ്സും എല്ലാം ഭയങ്കര നല്ല ഫിനിഷിങ്, ഏറ്റവും ഹൈ ക്വാളിറ്റി ഫിനിഷിങ് മെറ്റീരിയൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. NFC ഇതാക്കാം. പിന്നെ ആ കേസിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം വെക്കാനും പറ്റും. പിന്നെ ഈ ഒരു ചെറിയ സ്ക്രീന്, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ്. കാരണം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 month ആയാലും വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു നല്ല ഡീറ്റെയിൽഡ് യൂസേജ് എല്ലാം കഴിഞ്ഞിട്ട് നല്ല റിവ്യൂ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.